കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹിയാനയാണ്. അവളുടെ മാസ്റ്ററിനോടൊപ്പം ഒരു ഉൾപ്രദേശത്താണ് താമസിക്കുന്നത്. വല്ലപ്പോഴൊക്കെയാണ് നാട്യം പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ഇവളൊരു സാധാരണ പെൺകുട്ടിയൊന്നുമല്ല. ഒരുപാട് മന്ത്രങ്ങളും തന്ത്രങ്ങളും അതേപോലെ തന്നെ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ കൂടെ തന്നെ എപ്പോഴും ഒരു പൂച്ചയും ഉണ്ടാവും. അതിന്റെ പേര് ബ്ലാക്കി എന്നാണ്. അങ്ങനെ ഇപ്പൊ ഇവള് ആ നാട്യം പ്രദേശത്തുള്ള ഒരു ചെറിയ മാർക്കറ്റിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷെ ഇവളെ കണ്ട ഉടനെ തന്നെ അവിടെയുള്ളവരെല്ലാം തന്നെ ഓടി രക്ഷപ്പെടുന്നു. കാരണം ഇവളെ എല്ലാവർക്കും പേടിയാണ്. ഇവളൊരു കൂടോത്രക്കാരിയാണ് എന്നാണ് അവരുടെയൊക്കെ മനസ്സില്. അതുകൊണ്ട് തന്നെ ആ പാവങ്ങളെല്ലാം തന്നെ ജീവനും കൊണ്ട് ഓടുകയാണ്. പക്ഷെ അവിടെ അവശേഷിക്കുന്നത് ഇനി വെറും 3 പേര് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവള് ആ ഫസ്റ്റ് ആളുടെ അടുത്തേക്ക് ചെന്ന്, സഹോദര, ഇന്ന് നിങ്ങൾക്ക് വളരെ മോശം ദിവസമായിരിക്കും. 1000 രൂപ തരികയാണെങ്കിൽ ഞാൻ തന്നെ അത് ശരിയാക്കി തരാം എന്ന് പറയുമ്പോ അയാൾ അത് കേട്ട്, എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ട എന്റെ പൊന്നോ എന്നും പറഞ്ഞു ഓടി രക്ഷപ്പെടുന്ന വഴിക്ക് അയാള് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറിൽ ഇടിച്ച് താഴെ വീഴുന്നു. അപ്പോ അത് കണ്ട് ഹിയാൻ, ഞാനിതല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവരോട്, ആന്റി, ഇന്ന് നിങ്ങൾ ഫുള്ള് നനയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 500 രൂപ തരികയാണെങ്കിൽ ഞാൻ തന്നെ അത് പരിഹരിച്ചു തരാം എന്ന് പറയുമ്പോ അവര്, മോളെ, ഈ സൂര്യനെ കണ്ടിട്ട് നിനക്ക് എങ്ങനെയാ ഇന്ന് മഴ പെയ്യൂന്ന് പറയാൻ സാധിക്കുന്നത്? മനുഷ്യനെ പറ്റിക്കാതെ വല്ല പണിക്കും പോയി ജീവിക്കുക എന്ന് പറഞ്ഞ് അവര് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ മറ്റൊരു കടക്കാരൻ അഴുക്ക വെള്ളം എടുത്ത് ഇവരുടെ ദേഹത്തോട്ട് ഒഴിക്കുന്നു. അറിഞ്ഞോണ്ടല്ല അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോ അത് കണ്ട് ഹിയാൻ, ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞത്, അല്ലാണ്ട് മഴ പെയ്ത് നിങ്ങൾ നനയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് മൂന്നാമത്തെ ആളുടെ അടുത്തേക്ക് പോവാനായിട്ട് തുടങ്ങുന്നു. അപ്പോ അയാളാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് പേടിച്ചു വിറയ്ക്കാണ്. അയാളുടെ ഭാവി പ്രവചിക്കാൻ വരുന്നതിന് മുന്നേ ഇവള് നോക്കുമ്പോ അവളുടെ മാസ്റ്ററിന്റെ ആയുസ് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് അത് മനസ്സിലാക്കി അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് നേരെ മാസ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ ഭൂമിയിൽ പിടിച്ചു നിർത്താനായിട്ട് വേണ്ട പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അപ്പോ അതൊക്കെ കണ്ട് മാസ്റ്റർ ഇവളുടെ അടുത്തേക്ക് വന്ന് ആ പൂജയെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട്, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് വർഷം ഇവിടെ ജീവിച്ചു, ഇനിയെങ്കിലും എന്നെ പോകാൻ അനുവദിക്ക്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് പെട്ടെന്ന് അത് കേട്ട് വിഷമിച്ച് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോ മാസ്റ്റർ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് നരച്ചു മോളെ, ഇനിയും ജീവിക്കാൻ എനിക്ക് വയ്യ, ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും, നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോ ഇവള്, വിഷമോ? ആർക്ക്? മാസ്റ്റർ മരിച്ചാല് എവിടെയാ ദഹിപ്പിക്കേണ്ടതെന്നാ ഞാൻ നോക്കിയത് എന്ന് പറയുമ്പോ മാസ്റ്ററും ചിരിച്ചിട്ട്, ശരി ശരി, അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയാലും നീ ഒരിക്കലും ഒറ്റയ്ക്കാവരുത്, നിനക്കൊരു കുടുംബമുണ്ട്, അവരോടൊപ്പം പോയിട്ട് സന്തോഷമായി ജീവിക്കണം എന്ന് പറയുമ്പോ ഇവള്, ഞാൻ ഇവിടെ വിട്ട് എങ്ങോട്ടും പോവില്ല എന്ന് പറയുന്നു. അപ്പൊ മാസ്റ്റർ, മോളെ, നീ വിചാരിക്കുന്നത് പോലെയല്ല, നിന്റെ ഇത് ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്, നിനക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര കോടീശ്വരാണ് അവര്. ഗോ ഫാമിലി എന്ന് പറഞ്ഞാല് അത്രയും വലിയ ടീമാണ്, നീ ആ കുടുംബത്തിൽ പെട്ടതാണ് എന്ന് പറയുമ്പോ ഇവളെ കേട്ട പാതി കേൾക്കാത്ത പാതി ഉള്ളതാണോ മാസ്റ്റർ എന്ന് ചോദിച്ചിട്ട് ഇവള് പെട്ടെന്ന് അവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോ മാസ്റ്റർ അവളെ തടഞ്ഞു നിർത്തി, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, നിനക്ക് മൊത്തം 6 ചേട്ടന്മാരുണ്ട്, അവരിൽ 5 പേരും ഡിവോഴ്സ്ഡ് ആണ്, 6ാമത്തത് ഉടനെ തന്നെ ആവും. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ കോടീശ്വര ഫാമിലി ഉടനെ തന്നെ നാട്ടു റോഡിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും, നീ വേണം അതെല്ലാം പരിഹരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവളെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. ഇവളുടെ ആ ഒരു ഒറിജിനൽ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവളും മാസ്റ്ററിനോട് ഓക്കെ പറഞ്ഞിട്ട് നേരെ 6ാമത്തെ സഹോദരനുള്ള സ്ഥലത്തോട്ട് എത്തുന്നു. 6ാമത്തെ ബ്രദറിന്റെ പേര് അലക്സ് എന്നാണ്. അവനാണ് ഇനി ഡിവോഴ്സ് ആവാൻ ബാക്കിയുള്ളത്. അവനപ്പോ എങ്ങോട്ടോ അവന്റെ വൈഫിനെ അന്വേഷിച്ചു പോകുന്ന തിരക്കിലാണ്. അപ്പോ ഹിയാനാണെങ്കിൽ അവനെ പോയി പെട്ടെന്ന് തടയുന്നു. അപ്പോ അലക്സ് ഇവളെ കണ്ട് ഇവളോട്, നീ ആരാ എന്ന് ചോദിച്ചിട്ട് മനസ്സില്, അമ്മയുടെ ചെറുപ്പകാലം എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ പെൺകുട്ടി എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. എങ്കിലും അവൻ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോ ഹിയാൻ ഇവനോട്, ഞാൻ നിന്റെ സിസ്റ്ററാണ്, 20 വർഷം മുന്നേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരേ ഒരു സഹോദരി, പക്ഷേ നിന്റെ ഭാവി ഒട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിനക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ പോവാണ് എന്ന് പറയുമ്പോ ഇവനത് കേട്ട് ചിരിച്ചിട്ട്, നീ ആരാടി പെണ്ണെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദരിയോ? ഞങ്ങളുടെ സഹോദരി എവിടെയും പോയിട്ടില്ല, ഞങ്ങളുടെ വീട്ടില് തന്നെയുണ്ട് എന്ന് പറയുന്നു. അതായത് മറ്റാരോ ഇതിനു മുന്നേ തന്നെ ഹിയാന്റെ സ്ഥാനം കൈക്കലാക്കി കഴിഞ്ഞു. അതായത് ഇവരുടെ സഹോദരി എന്ന് പറഞ്ഞ് ആ വീട്ടില് മറ്റൊരു പെണ്ണ് ഓൾറെഡി തന്നെ കേറിക്കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അലക്സ് ഇപ്പോ ഇങ്ങനെ ഇവളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിയാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അലക്സ് അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഇവളോട്, ഇങ്ങനെയൊന്നും ചെന്ന് ആരോടും പറഞ്ഞേക്കരുതേ, നിനക്ക് പൈസയല്ലേ വേണ്ടത്, അത് ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചാ പോരെ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇവളെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് അവൻ പോകുന്നു.
അപ്പോ ഹിയാൻ ഇവൻ എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ പുറപ്പെടുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് നോക്കുന്നു. അപ്പോഴാണ് അലക്സിന്റെ വൈഫായിട്ടുള്ള ഇവളുടെ ജ്യേഷ്ഠത്തി, അവളുടെ പേര് സാറ എന്നാണ്, അവള് എന്തോ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവളെ രക്ഷപ്പെടുത്താനായിട്ട് ഹിയാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പൊ ഇവിടെ സാറയാണെങ്കിൽ കുറച്ച് ആളുകളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അവര് കുറച്ച് നരമ്പന്മാരാണ്, അതുകൊണ്ട് തന്നെ ഇവളെ ഉപദ്രവിക്കാനുള്ള പ്ലാനിലാണ് അവര്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ഹിയാൻ അങ്ങോട്ടേക്ക് വന്ന് അത് കാണുന്നു. ഉടനെ തന്നെ ജ്യേഷ്ഠതയെ രക്ഷിക്കാനായിട്ട് ഇവള് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവര് ഇവളെ കണ്ട് ഇന്ന് നൈറ്റ് നമുക്ക് കോൾ ആണല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഇവളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഹിയാൻ ആരാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. സോ അവരുടെ വർത്താനം ഇവൾക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുട്ടുകുത്തിപ്പിച്ച് പരസ്പരം മാറ്റി മാറ്റി അവളെ സൂപ്പർ പവർ കൊണ്ട് അവരെ തമ്മിലടിപ്പിക്കുന്നു. അപ്പോ കറക്റ്റ് സമയത്ത് തന്നെ ഹിയാൻ സാറയെ വന്ന് രക്ഷിച്ചത് കൊണ്ട് സാറ ഇവളോട് താങ്ക്സ് പറയുന്നു. അപ്പോ ഹിയാൻ നോക്കുന്ന സമയത്ത് സാറ പ്രഗ്നന്റ് ആണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ സാറയോട് നിങ്ങൾ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ, പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാ അത് മനസ്സിലായത് എന്ന് ചോദിച്ചിട്ട് അവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അപ്പോഴേക്കും അലക്സ് ഇവളെ അന്വേഷിച്ചു വരുന്നത് കൊണ്ട് തന്നെ സാറ ഹിയാനോട് എന്റെ ഹസ്ബൻഡ് എന്നെ തിരക്കിയാണ് വരുന്നത്, അയാള് എന്നെ കണ്ടാല് തീർച്ചയായും എന്റെ കുട്ടി ഇല്ലാതാക്കും, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് പോവാനായിട്ട് തുടങ്ങുമ്പോ ഹിയാൻ അവളെ തടഞ്ഞിട്ട് ഒരു മന്ത്രങ്ങളൊക്കെ എഴുതിയ ഒരു മാജിക് പേപ്പർ സാറയെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അവളെ സേഫ് ആയിട്ട് പറഞ്ഞു വിടുന്നു. അവൾക്കൊരു അപകടവും സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഹിയാൻ ആ ഒരു മാജിക് പേപ്പർ അവളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ സാറ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് അലക്സ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോ ഹിയാനെ ഇവിടെ കണ്ട് ഇവൻ നീ എന്നെ ഫോളോ ചെയ്ത് വരികയായിരുന്നു, നിനക്ക് വേണ്ടത് ഞാൻ തന്നതല്ലേ, പിന്നെ നീ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇവൾ അവനോട് നിന്റെ വൈഫിനെ ഞാനാണ് രക്ഷപ്പെടുത്തിയത്, നീ നിന്റെ വൈഫിനെ അന്വേഷിച്ചല്ലേ ഇങ്ങോട്ട് എത്തിയത് എന്ന് ചോദിക്കുമ്പോ ഇവൻ നീ എന്റെ വൈഫിനെ കണ്ടായിരുന്നോ, അവൾ എങ്ങോട്ടാ പോയത് പറ എന്ന് പറയുമ്പോ ഹിയാൻ നടന്ന കാര്യങ്ങളൊക്കെ ഇവനോട് പറയുന്നു. ഈ നരമ്പന്മാരാണല്ലോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അത് കേട്ട് ദേഷ്യം വന്ന് അലക്സ് ഉടനെ തന്നെ അവന്റെ ആളുകളെ വിളിപ്പിച്ച് ഇവന്മാരെ പണിഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് പറയുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരും അങ്ങോട്ടേക്ക് എത്തി ആ തടിമാടം വരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അലക്സും അതിനുശേഷം അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോ ഇവന്റെ വൈഫിനെ രക്ഷിച്ചത് ഹിയാൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സഹതാപം തോന്നി ഇവളോട് നിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞാല് ഞാൻ തന്നെ കൊണ്ടാക്കാം എന്ന് പറയുമ്പോ ഹിയാൻ നിന്റെ വീട് എവിടെയാണോ അത് തന്നെയാണ് എന്റെ വീടും എന്നവനോട് പറയുന്നു. അപ്പോ അത് കേട്ട് അലക്സ് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു നീ എന്റെ കുടുംബത്തിലെ പെട്ടതല്ല എന്ന്, പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൻ ഇവളെ കൂട്ടാതെ പോയതിൽ നല്ല വിഷമിച്ച് നിൽക്കുമ്പോൾ തന്നെ മഴ വരാനായിട്ട് പോവാണ്. ഇവള് അവളുടെ സൂപ്പർ പവർ കൊണ്ട് അത് തടയാൻ തുടങ്ങുമ്പോഴേക്കും ഈ പോയ ചേട്ടൻ തിരികെ വരുന്നു. എന്നിട്ട് ഇവളോട് വണ്ടിയിൽ കയറാനായിട്ടും പറയുന്നു. അങ്ങനെ ഇവളും വളരെ സന്തോഷത്തിൽ തന്നെ അവനോടൊപ്പം ചെല്ലുന്നു. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ കഥാനായകനെ കാണിക്കുന്നു. അവന്റെ പേര് ലൂയി എന്നാണ്. അവനൊരു വലിയ ബിസിനസ്മാൻ ആണ്. അവന്റെ ഫാമിലിയുടെ പേര് ലൂ ഫാമിലി എന്നാണ്. പക്ഷെ അവനെ ഇപ്പോ ഒരു റയർ ആയിട്ടുള്ള അസുഖം ബാധിച്ചിരിക്കുകയാണ്. അവനെ പരിശോധിക്കുന്ന ഡോക്ടർ ഇതൊരിക്കലും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. നിങ്ങളിപ്പോ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവനോട് പറയുന്നു. ഈ ഡോക്ടർ തന്നെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഇയാള് തന്നെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ലൂയിന്റെ അസിസ്റ്റന്റ് നിങ്ങളിപ്പോ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്, ഇതിനൊരു പോം വഴിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ഡോക്ടർ ഇത് പരിഹരിക്കാൻ തീർച്ചയായും കഴിവുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാം, പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നു. ഇയാള് പറയുന്നത് നമ്മുടെ ഹിയാന്റെ മാസ്റ്ററിനെ പറ്റിയാണ്. അപ്പോ ഇവിടെ ഹിയാനെ അലക്സ് അവന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അകത്തോട്ടൊന്നും കയറ്റി വിടുന്നില്ല, പുറത്താണ്. എന്നിട്ട് ഇവളോട് ഇവിടുത്തെ മാനേജറിന്റെ കയ്യിൽ നിന്ന് നിനക്ക് എത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാല് വാങ്ങിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, ഇനി മേല എന്റെ പിറകെ വരരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവൾ അവനെ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവന്റെ വൈഫിനെ നോക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഹിയാനും അവളുടെ ആ ഒരു ഗൂ ഫാമിലിയുടെ വീട്ടിലേക്ക് കയറാതെ അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുകയാണ്. കാരണം ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങോട്ട് ചെന്നാലും ആരും ഇവളെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് ഇവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ആ ഒരു സ്ഥലത്ത് അപ്പൊ ഇവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ ഫീൽ ആവുന്നുണ്ട്. നമ്മുടെ ലൂയിന്റെയും അതേപോലെ തന്നെ ഗൂ ഫാമിലിയൊക്കെ നെയ്ബേഴ്സ് ആണ്. ഇവൾക്ക് ഒരു പ്രത്യേകത തോന്നുന്ന സ്ഥലം ഈ ലൂ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇവള് അവളുടെ സ്വന്തം വീട്ടിലേക്ക് കയറാതെ തൊട്ടപ്പുറത്തെ വീടായ ലൂ ഫാമിലിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇവള് അകത്തോട്ട് വരുമ്പോ തന്നെ ഇവള് കാണുന്നത് ലൂയിയാണ്. പക്ഷെ അവൾക്ക് അവനെ കാണുന്ന സമയം തന്നെ മനസ്സിലാവുന്നുണ്ട് അവനെ കുറെ നെഗറ്റീവ് എനർജി ബാധിച്ചിരിക്കുകയാണെന്ന്. അത് കണ്ട ഉടനെ തന്നെ ഇവളെ കയ്യിലുള്ള മാജിക് പേപ്പർ എടുത്ത് അവന്റെ നെറ്റിയിൽ കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കുന്നു. പക്ഷെ ലൂയിക്ക് സത്യത്തിൽ ഇത് ആരാണ് എവിടെ നിന്നാണ് എന്നൊന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് വീട്ടിൽ വന്ന് ഒരു പെണ്ണ് ഇങ്ങനെ കാണിക്കുമ്പോൾ അവൻ ഇവളോട് നീ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോ ഇവനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് മനസ്സിൽ ഇയാൾ എന്റെ ഒരു വലിയ ക്ലയന്റ് ആവാനുള്ള സാധ്യതയുണ്ട്, വിട്ടുകളയാൻ പാടില്ല എന്ന് ചിന്തിച്ച്
പറഞ്ഞിട്ട് ഇവനോട് ഇവളുടെ ഒരു കാർഡ് എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ മാറ്റി തരുന്നതായിരിക്കും, വെറും 20% ഡിസ്കൗണ്ടില് എന്ന് പറഞ്ഞിട്ട് ലൂ അതിനുള്ള അനുവാദം കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവള് അതിനുള്ള പരിപാടികൾ ആരംഭിക്കുന്നു. ലൂയിക്ക് അത് കണ്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഒരു കാർഡ് നോക്കുന്ന സമയത്ത് നേരത്തെ ഇവനെ ഡോക്ടർ പറഞ്ഞ ആ ഒരു മാസ്റ്ററിന്റെ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇവളും വന്നിരിക്കുന്നത് എന്ന കാര്യം ഇവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവള് ചിലപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വല്ലോ ആയിരിക്കാം എന്ന് വിചാരിച്ച് അവളെ കാണിക്കുന്നത് കണ്ട് ഒന്നും തന്നെ ഇവൻ പറയാൻ പോകുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ലൂയിയുടെ അസിസ്റ്റന്റും ഒരു പെൺകുട്ടിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. ആ ഒരു പെൺകുട്ടി മറ്റാരുമല്ല, നമ്മളെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹിയാന്റെ സ്ഥാനത്ത് ഓൾറെഡി തന്നെ ഗൂ ഫാമിലിയിലെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന്. അവളാണിത്. അവളുടെ പേര് ജെസ്സി എന്നാണ്. ഇവള് ലൂയിയുടെ നെയ്ബർ ആണല്ലോ, മാത്രമല്ല ഇവനോട് ഒരു താല്പര്യവും അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടെ കൂടെ ഇങ്ങോട്ട് വരും. പക്ഷെ ഇവന് അവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അങ്ങനെ ഇവരങ്ങോട്ടേക്ക് വരുമ്പോ അവിടെ ഹിയാനെ കണ്ട്, നീ ആരാ, നിന്നോടാരാ അകത്ത് കയറാൻ പറഞ്ഞത്, ഇവിടേക്ക് എന്തൊരു സ്മെല്ലാണ്, മര്യാദയ്ക്ക് നിന്റെ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി ഇവിടെ നിന്ന് പോയെന്ന് ആ ജെസ്സി ഇവളോട് പറയുന്നു. ആ ജെസ്സിയുടെ ദേഷ്യപ്പെടുന്ന സൗണ്ട് കേട്ട് നമ്മുടെ ഹിയാന്റെ പൂച്ചയായിട്ടുള്ള ബ്ലാക്കിയും എഴുന്നേൽക്കുന്നു. അപ്പൊ ഇവളെ പൂച്ചയും കൊണ്ട് അകത്ത് കയറിയത് കാണുമ്പോ അസിസ്റ്റന്റ് യങ് മാസ്റ്ററിന് പൂച്ച അലർജിയാണ്, മര്യാദയ്ക്ക് ഇതിനെ വെളിയിൽ കൊണ്ടുപോയി കളയാനായിട്ട് പറയുന്നു. പക്ഷെ അസിസ്റ്റന്റ് അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോ ലൂയി അയാളോട് ഇവളോട് നിങ്ങൾ മാനായിട്ട് സംസാരിക്കുക, ഇവള് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആണെന്ന് പറയുന്നു. പക്ഷെ ഈ ജെസ്സി ആണെങ്കിൽ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. വീണ്ടും വീണ്ടും ഇവളെ ഭയങ്കര സ്മെല്ലാണ് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. പക്ഷെ ഹിയാൻ അത് ഒരുപാട് നേരം കൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ തീരെ സഹികെട്ട് ഇവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് ആ പെണ്ണ് വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് സ്മെല്ലാക്കി മാറ്റുന്നു. അവൾക്ക് ഒരക്ഷരം മിണ്ടാൻ പോലും വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവിടെ ഫുള്ള് അത്രയ്ക്ക് സ്മെല്ലാവാണ്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ജെസ്സിയോട്, മാഡം യങ് മാസ്റ്ററിന് വയ്യാത്തതാണ്, ദയവേത് മാഡം ഇവിടുന്ന് പോയി തരാനായിട്ട് പറയുന്നു. പക്ഷെ ഹിയാൻ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് ഹിയാനെ അവള് ഒരുപാട് വായി വീഴുന്ന പറയാണ്. അപ്പോ ഹിയാൻ അവളോട്, നീ കാണിച്ചു കൂട്ടിയതിന് തന്നെയാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്, ഇതിൽ കൂടുതൽ എന്നോട് കളിച്ചാല് നീ വീണ്ടും വിവരം അറിയും എന്ന് പറയുമ്പോ ജെസ്സി പേടിച്ച് ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഹിയാൻ ലൂയിയോട്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ ബ്ലാക്കി ഇവളുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങുന്നു. എന്നിട്ട് ലൂയിയെ നോക്കി അവൻ കരയാനായിട്ട് തുടങ്ങുന്നു. അത് കാണുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോ ലൂയി വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഇവള് ഇങ്ങനെ അവനെ നോക്കി നിൽക്കുമ്പോ ലൂയി ഇവളോട്, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, എന്നെ കാണാൻ എന്താ അത്രയ്ക്ക് ഭംഗിയാണോ എന്ന് ചോദിക്കുമ്പോ ഇവള്, അതൊന്നുമല്ല, നിങ്ങള് ഉടനെ തന്നെ മരിച്ചു പോവും എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് അസിസ്റ്റന്റും ജെസ്സിയും ഒന്ന് ഞെട്ടുന്നു. വീട്ടിലെ കയറി വന്ന് അപവാദമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും ഹിയാനെ നല്ല രീതിയിൽ തന്നെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ലൂയി അപ്പോ ഹിയാനോട്, നീ അതിനെ കുറിച്ച് പറയണമെന്നില്ല, ഞാൻ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറയുമ്പോ ഇവള് മനസ്സില് ഇവനൊരു റിച്ച് ആയിട്ടുള്ള ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിലുള്ള മന്ത്രങ്ങളൊക്കെ ഇവന് നല്ല കാശിന് വിറ്റ് പൈസ ഉണ്ടാക്കാം എന്നാണ് ഇവളുടെ മനസ്സില്. അതുകൊണ്ട് തന്നെ അവനോട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അത് പരിഹരിച്ചു തരാം, പക്ഷെ ഒരു മന്ത്രത്തിന് എനിക്ക് ഒരു ഗോൾഡ് ബാർ കിട്ടണം, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ എല്ലാ പ്രശ്നവും മാറ്റിത്തരും എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ ലൂയി, അതെന്താ ഇങ്ങനെ പോകുന്നത്, നിങ്ങൾ എന്റെ അസുഖം മാറ്റുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഹിയാൻ, ആദ്യം പൈസ പിന്നെ ചികിത്സ, അല്ലാതെ അതിനു മുന്നേ ഒരു പരിപാടിയും നടക്കില്ല, ആലോചിച്ച് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിയും കൂട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങുമ്പോ ബ്ലാക്കി ഇവളുടെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങി ലൂയിയെ കടിക്കുന്നു. ഇവന് പൂച്ച അലർജി ആണല്ലോ, മാത്രമല്ല ബ്ലാക്കി ഒരു സാധാരണ പൂച്ചയല്ല. അതുകൊണ്ട് തന്നെ ഇവൻ ബ്ലഡ് പെട്ടെന്ന് ഒമിറ്റ് ചെയ്ത് ബോധം പോയി വീഴുന്നു. പിന്നെ പറയണ്ട, ഇവര് രണ്ടുപേരും കൂടെ ഇവളെ പഞ്ഞിക്കിടുന്നു. അപ്പോ ഹിയാൻ അവരോട്, നിങ്ങളുടെ മാസ്റ്റർ എന്റെ പൂച്ച കഴിച്ചതുകൊണ്ട് മരിച്ചൊന്നും പോകാൻ പോകുന്നില്ല, കുറച്ചധികം ജീവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിയോട്, നീ എന്ത് പണിയാടാ കാണിച്ചത്, കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്, നീ അതിനു മുന്നേ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ലൂയിക്ക് ഇപ്പൊ ബോധമൊന്നും ഇല്ലാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ ഡോക്ടർ അവനെ ചെക്ക് ചെയ്തിട്ട് ഇപ്പോഴും യങ് മാസ്റ്റർ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പോ ഹിയാൻ, നിങ്ങള് വെറുതെയാണ് ഇദ്ദേഹത്തെ പരിശോധിക്കുന്നത്, നിങ്ങളുടെ മാസ്റ്ററിനെ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ്, ഇദ്ദേഹത്തെ പോലെ പേര് കേട്ട ഡോക്ടർ ഈ നാട്ടിൽ വേറെയില്ല, അതുകൊണ്ട് ഇദ്ദേഹം തന്നെ രക്ഷിച്ചോളും എന്ന് പറയുമ്പോ ആ ഒരു ഡോക്ടറും അക്യുപഞ്ചറൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് അവന് വീണ്ടും ബോധം തിരിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം ഡോക്ടർ ഇവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവള്, ഇതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്, എന്റെ പൂച്ച നിങ്ങളെ കടിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ 3 ദിവസം കൂടി എക്സ്ട്രാ ജീവിക്കും എന്ന് പറയുമ്പോ അസിസ്റ്റന്റിന്റെ ദേഷ്യം വന്ന് ഇവളോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അപ്പൊ ലൂയി, ഇവളെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഹിയാനോട്, നീ പറഞ്ഞതുപോലെ നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, നീ
എന്താന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും അതിന് സമ്മതിക്കുന്നില്ല. ഇവന്റെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവളെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് അവര് പറയുന്നത്. അപ്പൊ ലൂയി അവരോട് നമ്മൾ ഇത്രയും നാളുകൊണ്ട് ചെയ്യാതെ ചികിത്സയില്ല, ഇനി ഇതായിട്ട് കുറയ്ക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞിട്ട് ഹിയാനോട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറയുന്നു. അങ്ങനെ ഹിയാനും ആ ഒരു മെഡിസിൻ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുന്നു. വളരെ റെയർ ആയിട്ടുള്ള മെഡിസിൻ ഒക്കെ സംഘടിപ്പിച്ചാണ് ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവൾ അത് പൂർത്തീകരിച്ച ശേഷം ഇവനിക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കറക്റ്റ് ഡോർ തുറന്ന് ഒരാള് അങ്ങോട്ട് കടന്നു വരുന്നു. അത് മറ്റാരുമല്ല, അലക്സ് തന്നെയാണ്. അവൻ നേരെ വന്ന് ആ ഒരു മെഡിസിൻ വെച്ച് ലൂയിയെ ഭീഷണിപ്പെടുത്തി അവന്റെ പെങ്ങളായിട്ടുള്ള ജെസ്സിയെ ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള പ്ലാനിലാണ്. ലൂയിക്കാണല്ലോ ഇവളെ ഇഷ്ടമല്ലാത്തത്. അതിനുവേണ്ടി ഇവൻ ആദ്യം തന്നെ 3 മില്യൺ ഹിയാന് കൊടുക്കാം, ആ ഒരു മെഡിസിൻ എനിക്ക് തരാനായിട്ട് പറയുന്നു. പക്ഷെ ഇവൾക്ക് പൈസയോട് ആർത്തി ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ ഇവള് മടിച്ച് ഇല്ല ഞാൻ തരില്ല എന്ന് പറയുന്നു. പക്ഷെ അലക്സ് ഇവൾക്ക് വീണ്ടും 5 കോടി ഓഫർ ചെയ്യുന്നു. അപ്പോഴും ഹിയാൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം ഇവൻ 10 കോടി അവളെ ഏൽപ്പിച്ചിട്ട് ആ ഒരു മെഡിസിൻ ഹിയാന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നു. എന്നിട്ട് ലൂയിയോട് നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ എന്റെ സഹോദരിയെ വിവാഹം ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ ലൂയി അപ്പോഴും അതിന് തയ്യാറാവുന്നില്ല. അപ്പോ അലക്സ് ലൂയിയോട് ഞാൻ നിനക്ക് 2 ദിവസത്തെ സമയം തരാം, നീ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ജെസ്സി ലൂയിയോട് വളരെ പാവത്തില് ഞാൻ നിങ്ങളെ ഫോഴ്സ് ഒന്നും ചെയ്യില്ല, പക്ഷേ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന എന്ത് ഞാൻ തെരഞ്ഞതായിരിക്കും എന്നൊക്കെ പറയുമ്പോ അതൊക്കെ കേട്ട് ഹിയാന് നല്ല ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലതൊരെണ്ണം ഇവളെ പൊട്ടിക്കുന്നു. നീ ആരാണ് നടി നിന്റെ വിചാരം എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ അലക്സിന് അവന്റെ കുഞ്ഞു പെങ്ങളെ തൊട്ടത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്റെ സിസ്റ്ററിനെ ആണോടി തൊടുന്നത് എന്ന് ചോദിച്ച് ഹിയാനെ അവൻ തല്ലാനായിട്ട് വരുന്നു. പക്ഷെ ഹിയാൻ അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആക്കുന്നു. എന്നിട്ട് ഹിയാൻ അവനോട് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് ഞാനാണ് നിന്റെ സിസ്റ്റർ എന്ന്, അപ്പൊ നീ എവിടെയോ കിടന്ന ഇവളുടെ വാക്കുകളാണോ വിശ്വസിക്കുന്നത്? ഇവൾക്ക് വേണ്ടിയിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ ജെസ്സി മനസ്സിൽ ഇവൾക്ക് എങ്ങനെയാണ് ആ ഒരു സത്യം മനസ്സിലായത്? ഇനി ഇവളെങ്ങാനും ആയിരിക്കോ യഥാർത്ഥത്തിലെ ഗോ ഫാമിലിയുടെ അവകാശി എന്ന് ചിന്തിച്ച് അവൾ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ അവളുടെ നാടകം തുടങ്ങാനായിട്ട് ആരംഭിക്കുന്നു. എന്റെ ബ്രദറിനെ വിടടി എന്ന് പറഞ്ഞ്. എന്നാൽ ഹിയാൻ അതൊന്നും കാര്യമാക്കാതെ ഇവന്റെ കയ്യിലിരുന്ന മെഡിസിൻ വാങ്ങി ലൂയിയുടെ വായിലേക്ക് കഴിക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നു. പക്ഷെ അവനത് അത്ര പെട്ടെന്ന് കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല, കുറച്ച് വലുതാണല്ലോ. ഉടനെ തന്നെ ഹിയാൻ അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് അത് അവന്റെ വയറ്റിലോട്ട് ആക്കുന്നു. പക്ഷെ അത് അകത്ത് ചെല്ലുമ്പോൾ തന്നെ ഇവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അത് കണ്ട് ഉടനെ തന്നെ ജെസ്സി ഇവള് ലൂയിക്ക് എന്തോ വിഷമാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ച് പുറത്താക്കാനായിട്ട് ബോഡി ഗാർഡ്സിനെ വിളിക്കുന്നു. എന്നാൽ ഹിയാൻ തന്നെ അവന്റെ ആ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഇവളുടെ പവർ ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലൂയിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട് അവന്റെ കാലുകൾക്ക് എന്തോ ഒരു ശക്തി ലഭിക്കുന്നതായിട്ട്. മുന്നേ ഇവന്റെ കാലുകൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നത് പോലെ അവന് ഫീൽ ആവുന്നു. പക്ഷെ അപ്പോഴേക്കും ഹിയാനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് ഗാർഡ്സ് അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവളെ തുടരുത് എന്ന് പറഞ്ഞ് ലൂയി എഴുന്നേറ്റ് അവരെ അടിക്കാനായിട്ട് തുടങ്ങുന്നു. ഇതുവരെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത ലൂയിയാണ് ഇപ്പോ എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. ആർക്കും അത് കണ്ട് തീരെ വിശ്വസിക്കാനാവുന്നില്ല. അപ്പോ ഉടനെ തന്നെ ജെസ്സി ലൂയിയോട് അത് പിന്നെ ഇവള് നിങ്ങളെ കൊല്ലാൻ നോക്കിയെന്നാ ഞങ്ങൾ വിചാരിച്ചത്, അതുകൊണ്ടാ ഇവളെ പിടിച്ച് പുറത്താക്കാൻ നോക്കിയത് എന്ന് പറയുമ്പോൾ ലൂയി മതി, നിന്റെ സംസാരമൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. ലൂയി അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ജെസ്സി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. അതിനുശേഷം ലൂയി ഹിയാനോട് അവന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതില് താങ്ക്സ് പറയുന്നു. അപ്പോ ഹിയാൻ അവനോട് അതൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾ 1 വർഷം മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് പറയുമ്പോ ഇവനത് കേട്ട് ഷോക്കായി ഫുള്ള് സാഡ് ആവുന്നു. ഇപ്പോഴാണല്ലോ ഇവൻ ആഗ്രഹിച്ച ഒരു നിമിഷം അവന് കിട്ടുന്നത്. അപ്പോ ഉടനെ തന്നെ മരിക്കും എന്നറിയുമ്പോ അവന് അതൊരു വല്ലാത്ത ഫീൽ ആവുന്നുണ്ട്. അപ്പൊ ഇവള് നിങ്ങൾ വിഷമിക്കണ, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് പെട്ടെന്ന് ഇവളുടെ ജ്യേഷ്ഠന്റെ വൈഫായിട്ടുള്ള സേറ വീണ്ടും അപകടത്തിലാണ് എന്ന കാര്യം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവള് അലക്സിനെയും കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നു. അപ്പോ ഇവിടെ നമ്മുടെ സേറയെ വീണ്ടും കുറച്ച് ആളുകൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഇവളുടെ കയ്യില് നേരത്തെ ഹിയാൻ കൊടുത്ത ഒരു മാജിക് പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അവർക്ക് ഇവളെ കീഴ്പ്പെടുത്താനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇവരും അങ്ങോട്ടേക്ക് എത്തുന്നു. ഹിയാൻ അങ്ങോട്ടേക്ക് പെട്ടെന്നെത്തി അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവർക്കെല്ലാം തന്നെ നല്ലത് കൊടുത്ത് സേറയെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം അലക്സ് നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയുമ്പോ ഹിയാൻ അവനോട് അവളുടെ ദേഹത്ത് പിടിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ നേരെ ഒരു പഴയ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അന്ന് നൈറ്റ് അവിടെ തങ്ങിയിട്ട് രാവിലെ തന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് ഹിയാൻ അലക്സിനോട് പറയുന്നു. അപ്പോ അത് കേട്ട് അലക്സ് ഈ പഴഞ്ചൻ വീട്ടിലാണോ എന്റെ വൈഫ് താമസിക്കേണ്ടത്, അവളെ പ്രഗ്നന്റ് ആണ്, അവൾ ഇവിടെയാണോ കിടക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഹിയാൻ അത് ശരിയാ, എന്റെ മരുമകൻ ഒരിക്കലും ഇത്രയും മോശം സ്ഥലത്ത് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളുടെ പവർ ഉപയോഗിച്ച് ഒരു സൂപ്പർ ആയിട്ടുള്ള ബെഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു.
അപ്പൊ അത് കണ്ട് ഉടനെ തന്നെ അലക്സ് അതിൽ ചെന്ന് കിടക്കാനായിട്ട് പോകുമ്പോ ഹിയാൻ അവനെ തള്ളിക്കളഞ്ഞിട്ട് ഇത് ഞാൻ എന്റെ നാത്തൂന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് നിനക്കുള്ളതല്ല, നീ വേണമെങ്കിൽ ആ തറയിലങ്ങനെ പോയി കിടക്ക എന്ന് പറഞ്ഞിട്ട് സാറയെ കൊണ്ട് അവളെ ബെഡിലിരുത്തുന്നു. അപ്പൊ സാറയ്ക്ക് അറിയില്ലല്ലോ ഹിയാൻ ആരാണ് എന്ന കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ ഇവളോട് അല്ല ശരിക്കും നിങ്ങൾ ആരാ, എന്തിനാ എന്നെ നാത്തൂനെന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ഹിയാൻ ഞാൻ ശരിക്കും ഗു ഫാമിലിയിലെ പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോ സാറ ശരിക്കും നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെയാണോ, നീ DNA ടെസ്റ്റ് എടുത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഹിയാൻ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ സാറ അതെടുത്താലോ നിനക്ക് ആരെയും പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല, എത്രയും പെട്ടെന്ന് അതെടുക്കാനായിട്ട് പറയുന്നു. അപ്പോ ആ കാര്യങ്ങളൊക്കെ അലക്സും കേൾക്കുന്നുണ്ടല്ലോ. അലക്സ് ഉടനെ തന്നെ ഹിയാനോട് എന്റെ വൈഫിനോട് നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഇവള് ഓ നിന്റെ ചെവിക്ക് ഇത്രയും കേൾവി ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവന്റെ ചെവി ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറ്റി അവനെ ബോധമില്ലാതെ ആക്കുന്നു. അങ്ങനെ അവൻ മയങ്ങി കഴിയുമ്പോ സാറ ഇവളോട് ഞാൻ ഉടനെ തന്നെ ഡിവോഴ്സ് വാങ്ങും, എനിക്ക് ആ ഫാമിലിയിൽ ജീവിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോ ഹിയാൻ അതിന്റെ കാരണം തിരക്കുന്നു. അപ്പൊ സാറ ആ വീട്ടില് ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നാ പറയുന്നത്, എനിക്ക് വലുത് എന്റെ കുട്ടിയുടെ ജീവനാണ് എന്ന് പറയുമ്പോ ഹിയാൻ അവളെ ആശ്വസിപ്പിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാനില്ലേ പേടിക്കണ്ട, നമുക്ക് എന്തുണ്ടെങ്കിലും ഒരുമിച്ച് തന്നെ ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവര് അന്ന് നൈറ്റ് അവിടെ കിടന്നുറങ്ങുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പൊ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. നേരം വെളുക്കുമ്പോ തന്നെ അലക്സ് സാറയും കൂട്ടി അവിടെ നിന്ന് ഹിയാൻ കാണാതെ മുങ്ങാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ സാറ ഹിയാന് അതിനുള്ള സിഗ്നൽ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിയാൻ ഇവനെ കണ്ട് അല്ല നിങ്ങൾ ഈ അതിരാവിലെ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അലക്സ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുന്നു. അപ്പോ ഹിയാൻ അവളെ കൂടി കൊണ്ടുപോകാനായിട്ട് അവനോട് പറയുന്നു. പക്ഷെ അലക്സ് സമ്മതിക്കുന്നില്ല. അപ്പോ സാറ അലക്സിനോട് ഹിയാൻ ഉണ്ടെങ്കിലേ ഞാനും വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന് പറയുമ്പോ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവർ ഗു ഫാമിലിയുടെ ആ ഒരു ഫീൽഡിലേക്ക് എത്തുന്നു. പക്ഷെ ഹിയാനെ ഗേറ്റിന് പുറത്തു നിർത്തി അലക്സ് ചില കണ്ടീഷൻസ് വെക്കുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ സാറയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. 2 ഇവളുടെ സൂപ്പർ പവറുകൾ ഒന്നും തന്നെ ആ വീട്ടിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. 3 ഇവൾ ആ കുടുംബത്തിന്റെ മകളാണ് എന്ന കാര്യമൊന്നും കൂടെ പറയാൻ പാടില്ല എന്നൊക്കെ അലക്സ് ഇവളോട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഹിയാൻ അവൻ പറയുന്ന കണ്ടീഷനോട് ഒന്നും തന്നെ എസ് പറയുന്നില്ല. ഇവൾ അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് ഈസി ആയിട്ട് അകത്ത് കിടക്കുന്നു. പക്ഷെ അലക്സ് ഇവളോട് നേരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവളുടെ വീക്ക്നെസ്സിൽ കയറി പിടിക്കുന്നു. അതായത് ഗോൾഡ് വെച്ച് ഇവൾക്ക് അതിനോട് ആക്രാന്തമാണല്ലോ, അതുകൊണ്ട് തന്നെ നീ ഇത്രയും കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ ഓരോ മാസവും ഞാൻ ഇതുപോലെ നിനക്ക് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗോൾഡിന്റെ ബോക്സ് തന്നെ ഇവൾക്ക് എടുത്തു കൊടുക്കുന്നു. ഹിയാന് അത് കാണുമ്പോ തന്നെ എന്തെന്നില്ലാത്ത സന്തോഷാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കണ്ടീഷൻസിനോട് എല്ലാം ഓക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോ അകത്ത് നമ്മുടെ അലക്സിന്റെയും ഹിയാന്റെയും ഒക്കെ ഫാദറിനെയാണ് കാണിക്കുന്നത്. അയാളുടെ കൂടെ തന്നെ ഇവരുടെ സെക്കൻഡ് ബ്രദറും ഉണ്ട്. അവന്റെ പേര് ഹാൻ എന്നാണ്. അപ്പോഴേക്കും അലക്സ് അങ്ങോട്ട് ഹിയാനെയും കൂട്ടിക്കൊണ്ട് വരുന്നു. ഇവളാണ് സാറിയെ രക്ഷപ്പെടുത്തിയത് എന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോ അവരും ഒരുപാട് സന്തോഷത്തിൽ ഇവളോട് അവരുടെ നന്ദി അറിയിക്കുന്നു. അപ്പോ അലക്സ് കുറച്ചു ദിവസം ഇവളിവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവരും വളരെ സന്തോഷത്തിൽ തന്നെ ഇവളോട് അവിടെ താമസിച്ചോളാനായിട്ടും പറയുന്നു. അതിനുശേഷം ഇവൾക്ക് വിശക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ ഫുഡൊക്കെ അവൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ ഹിയാനാണെങ്കിൽ ഒരു മനുഷ്യൻ തിന്നുന്നത് പോലെയൊന്നും അല്ല തിന്നുന്നത്. കാരണം 7-8 പ്ലേറ്റ് ഒക്കെ ഓൾറെഡി അകത്താക്കിയിട്ടാണ് ഇപ്പോ അടുത്തതെടുത്ത് കഴിക്കുന്നത്. അപ്പോ അത് കാണുന്ന സമയത്ത് അച്ഛൻ അലക്സിനോട് ഈ പെണ്ണ് ഏത് നാട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്, ഇവൾക്ക് തിന്നാനൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അലക്സ് എനിക്കൊന്നും അറിയില്ല അച്ഛ എന്ന് പറയുന്നു. അതിനുശേഷം അച്ഛൻ തന്നെ ഇവളോട് മോളെ നിന്റെ വീട് എവിടെയാ, നിന്റെ വീട്ടുകാരൊക്കെ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഹിയാന് സത്യം പറയണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവള് കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് അവളുടെ വീട് ഒരു ടെമ്പിളിന്റെ പേര് പറഞ്ഞിട്ട് അവിടെയാണെന്നും പാരന്റ്സിന്റെ കാര്യം ഈ മാസം ലാസ്റ്റ് ഞാൻ പറയാം എന്നും പറയുന്നു. അപ്പോഴേക്കും അടുത്ത ഗോൾഡ് ബാർ കിട്ടുമല്ലോ. എന്നാൽ അപ്പോഴാണ് ആ വീട്ടിലേക്ക് ജെസ്സി എത്തുന്നത്. അവൾ അങ്ങോട്ട് വരുമ്പോ തന്നെ സെർവന്റ് ഇവളോട് അലക്സ് സാറ് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, ആ കുട്ടിയെ കണ്ടാല് നിങ്ങളുടെ അമ്മയുടെ അതേ ചായയാണ് എന്ന് പറയുമ്പോ ഇവള് പെട്ടെന്ന് ഓടി അകത്തേക്ക് വന്ന് അത് ആരാണെന്ന് നോക്കുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, ഹിയാൻ തന്നെയാണ്. അവരൊക്കെ വളരെ സന്തോഷത്തില് കളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. അതൊന്നും തന്നെ ഇവൾക്ക് കണ്ടിട്ട് പിടിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണമെന്ന് ഉറപ്പിച്ച് നേരെ അലക്സിനോട് കരഞ്ഞുകൊണ്ട് ചെല്ലുന്നു. ചേട്ടാ ഇവള് ചേട്ടന്റെ മുന്നിൽ വെച്ചല്ലേ എന്നെ തല്ലിയത്, എന്നെ നാണം കെടുത്തിയത്, എന്നിട്ട് ഇവളെ വീട്ടിൽ വിളിച്ചിരുത്തി സൽക്കരിക്കാണോ എന്ന് ചോദിച്ച് ചിണുങ്ങുന്നു. അപ്പോ അത് കണ്ട് അച്ഛൻ ഇവരുടെ ഒരേ ഒരു മകളാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലോണം ലാളിച്ചാണ് വളർത്തിയേക്കുന്നത്.
സോ അച്ഛന് സഹിക്കുന്നില്ല മകൾ എങ്ങനെ കരയുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അവള് ലൂ ഫാമിലി വെച്ച് അവൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ഹിയാൻ ഇവളെ തല്ലിയത് ഉൾപ്പെടെ. സോ ആ കാര്യമൊക്കെ കേട്ട് കഴിയുമ്പോ ഇത്രയും നേരം നല്ലോണാണ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഹിയാനോട്. പക്ഷെ ജെസ്സി അങ്ങനെയൊക്കെ പറയുമ്പോ അച്ഛനും അതേപോലെ തന്നെ ഹാനും ഒക്കെ നമ്മുടെ ഹിയാനോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അപ്പോ ഹിയാൻ അവരോട് നിങ്ങളുടെയൊക്കെ തലയ്ക്ക് എന്താ സംഭവിച്ചത്? ഇവള് പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കാണോ? നിങ്ങളുടെ യഥാർത്ഥ ചോരയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഫാമിലി ഉടനെ തന്നെ ബാങ്ക് കറക്റ്റ് ആവാൻ പോവാ. അത് പരിഹരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്ന് പറയുമ്പോ അലക്സ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. ഞങ്ങളുടെ പെങ്ങള് ജെസ്സി തന്നെയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പാണ്. അത് ഞങ്ങള് പണ്ടേ DNA ടെസ്റ്റ് നടത്തി കൺഫേം ചെയ്ത കാര്യമാണെന്ന് പറയുന്നു. പക്ഷെ അത് നേരായ വഴിയിലൂടെയൊന്നും ആയിരുന്നില്ല. മറ്റാരോ അതിന് പിന്നിലെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള DNA റിപ്പോർട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവര് വളരെ കൺഫേം ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഹിയാൻ ജെസ്സിയെ നോക്കുന്ന സമയത്ത് അവള് പ്രഗ്നന്റ് ആണ് എന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നു. മാത്രമല്ല മുമ്പ് 5 തവണ അവള് അബോർഷനും നടത്തിയിട്ടുണ്ട്. അവള് നേരെ ചെവേ നടക്കുന്ന ഒരു പെൺകുട്ടിയെന്നല്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ ഹിയാൻ മനസ്സിലാക്കി ഉടനെ തന്നെ എല്ലാവരോടും അത് വിളിച്ചു പറയുന്നു. അതെല്ലാം തന്നെ ഉള്ളതായതുകൊണ്ട് ജെസ്സി ഒന്ന് ഞെട്ടുന്നു. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവൾ അറിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവളൊട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവള് കല്യാണം പോലും കഴിക്കാത്ത പെൺകുട്ടിയാണ്. ആ തന്നെ കുറിച്ചാണ് ഇങ്ങനെ അപവാദം പറയുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മനസ്സിൽ ഹിയാനോട് ഒരു ദേഷ്യം ഉണ്ടാക്കിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ഹിയാനോട് ദേഷ്യപ്പെടുന്നു. അപ്പോ ഹിയാൻ അവരോട് ഇവള് നിങ്ങളുടെ സഹോദരിയാണ് എന്ന രീതി വെച്ചല്ലേ നിങ്ങളിപ്പോ എന്നോട് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ഈ ഗൂ ഫാമിലിയുടെ മുത്തശ്ശനെ ഹിയാൻ അവളുടെ സൂപ്പർ പവർ കൊണ്ട് വിളിച്ചു വരുത്തുന്നു. അതായത് ഹിയാന്റെ ഫാദറിന്റെ അച്ഛൻ. അതിനുശേഷം ആ മുത്തശ്ശനോട് സത്യാവസ്ഥ എല്ലാവരോടും തുറന്നു പറയാനായിട്ട് ഹിയാൻ പറയുന്നു. ആ മുത്തശ്ശനും അപ്പോ ഈ ഫാമിലിയോട് നിങ്ങളൊന്നും എനിക്ക് മരിച്ചാലും സ്വൈര്യം തരില്ലേ എന്ന് ചോദിച്ചിട്ട് ഹിയാൻ എന്താണോ പറയുന്നത് അത് അനുസരിക്കാനായിട്ട് പറയുന്നു. അപ്പോ ഉടനെ തന്നെ ജെസ്സി ഇവള് എന്തോ ഒരു മാജിക് കാണിച്ചാ ഇതൊക്കെ കാണിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മുത്തശ്ശനൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹിയാന്റെ അച്ഛന് അതത്ര തമാശയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജെസ്സി അവരുടെ മകള് തന്നെയാണ് എന്ന് വിശ്വസിച്ച് നമുക്ക് ഒന്നുകൂടി DNA ടെസ്റ്റ് നടത്താം. അത് കണ്ടു കഴിഞ്ഞാല് ഈ പെണ്ണ് പിന്നെ ഈ വീട്ടില് ഈ പേരും പറഞ്ഞ് നിൽക്കില്ലല്ലോ എന്ന് ഉറപ്പിച്ചിട്ട് അതിന് ഉത്തരവിടുന്നു. പക്ഷെ ജെസ്സി ആദ്യത്തിന് സമ്മതിക്കുന്നില്ല. പക്ഷെ ഇവളെ സമ്മതിക്കാതിരുന്നാല് ഇവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറുക്കു വഴി ഉപയോഗിച്ച് ആ ഒരു റിപ്പോർട്ട് തിരുത്താം എന്ന് തന്നെ വിചാരിച്ച് ആ ടെസ്റ്റിന് ഓക്കെ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ലൂയി അങ്ങോട്ടേക്ക് വരുന്നു. ഇവൻ കാലൊക്കെ ശരിയായിട്ട് ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അത് കണ്ട് ഹിയാന്റെ ഫാദറും ഹാനും ഒക്കെ നല്ല ഷോക്ക് ആവുന്നു. പക്ഷെ അലക്സിന് ലൂയി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ലൂയി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ഹിയാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവൻ ഒരുപാട് ഗോൾഡ് ബാറും ഡയമണ്ടും വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോ അത് കാണുമ്പോൾ ജെസ്സി വിചാരിക്കുന്നത് അവളെ പെണ്ണ് ചോദിക്കാനായിട്ടാണ് വന്നേക്കുന്നത് എന്നാണ്. അപ്പോ ഹിയാൻ അതൊക്കെ കണ്ട് അവൾക്ക് ഗോൾഡിനോട് ഭയങ്കര താല്പര്യമാണല്ലോ, ഇതൊക്കെ എനിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ജെസ്സി അതിന് നീ ഏതാ, ഇതെല്ലാം ഇദ്ദേഹം എനിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ലൂയി അതെല്ലാം തന്നെ വാങ്ങി ഹിയാനെ ഏൽപ്പിച്ച് ഇതെല്ലാം നിനക്കുള്ളത് തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ വീണ്ടും ജെസ്സിയെ ലൂയി ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അലക്സിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സോ അവൻ എന്തൊക്കെയോ ആയി വരുന്നത് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ലൂയി അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഹിയാനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഹിയാനും മറ്റൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെന്താ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഗൂ ഫാമിലിയിൽ നിന്ന് ലൂ ഫാമിലിയിലേക്ക് വരുന്നു. അങ്ങനെ ഇപ്പൊ ഇവള് ലൂ ഫാമിലിയിലാണ് ഉള്ളത്. ഇപ്പൊ ഇവളിവിടെ അവളുടെ പൂർവികരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കുകയാണ്. അവരും അതൊക്കെ വളരെ സന്തോഷത്തിൽ തന്നെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ മരിച്ചുപോയവരാണ്. അപ്പോ ഹിയാൻ വളരെ വിഷമത്തില് ഇവരോട് ഞാനിവിടെ വന്നേക്കുന്നത് എന്റെ കുടുംബത്തെ കൂട്ടിച്ചേർക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ്. പക്ഷെ അവര് എന്നെ തന്നെ ആട്ടിപ്പായിക്കാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അങ്ങോട്ട് ലൂയിയും അസിസ്റ്റന്റും കൂടി കടന്നു വരുന്നു. അപ്പോഴേക്കും ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പൂർവികര് ഫുഡ് താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് മറയുന്നു. അപ്പോ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വന്ന് ഈ പെണ്ണ് അത്ര ശരിയല്ല, ഇവളുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവളെ പൂർവികരെയൊക്കെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവര് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോ ഹിയാൻ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തരുന്നത് ഞാൻ നിർത്തണോ എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. അവരെല്ലാം തന്നെ ഇവളെ പിടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് എത്തുന്നു. എന്നിട്ട് ഹിയാൻ അസിസ്റ്റന്റിനോട് ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ എന്ന് ചോദിച്ചിട്ട് ഇന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ പോവാണ്, ഇനി നിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റിനെ അവൾ പിടിച്ച് പുറത്താക്കുന്നു.
അതിനുശേഷം ഇവൾ അവന് വേണ്ട ട്രീറ്റ്മെന്റ് ആരംഭിക്കാണ്. പക്ഷെ പുറത്ത് കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ വേറെ പലതരത്തിലാണ്. അത് കേട്ട് അസിസ്റ്റന്റ് വിചാരിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ സംഭവിക്കുന്നു എന്നാണ്. സോ അയാൾ അതൊക്കെ കാതോർത്ത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അങ്ങോട്ട് നമ്മുടെ ലൂയിയുടെ മുത്തശ്ശി കടന്നു വരുന്നു. അപ്പോ മുത്തശ്ശി അസിസ്റ്റന്റ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് നീ ഇവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ അയാള് മുത്തശ്ശി അവിടെ കണ്ട് ഷോക്കായി. മുത്തശ്ശി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ അവര് എന്നോടാണോ നീ ഈ ചോദ്യം ചോദിക്കുന്നത്? എന്റെ വീട്ടിലെന്താ എനിക്ക് വരാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോ തന്നെ അവരും അകത്ത് നടക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പൊ മുത്തശ്ശി അതെന്താണെന്ന് നോക്കാനായിട്ട് ഡോർ തുറന്ന് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ആ ഒരു ട്രീറ്റ്മെന്റ് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പിടിവലിക്കിടയിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ഹിയാനെയും കൂട്ടിക്കൊണ്ട് വന്ന് മുത്തശ്ശി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് നീയാണ് എന്റെ കൊച്ചുമകനെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞു, ഞങ്ങൾക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട് മോളെ എന്ന് പറഞ്ഞ് അവരുടെ സന്തോഷത്തില് ഒരു വിലപിടിപ്പുള്ള ബ്രേസ്ലെറ്റ് ഇവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു. അപ്പോ അത് കാണുമ്പോ അസിസ്റ്റന്റ് ലൂയിയോട് സർ ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫിനുള്ളതല്ലേ, മുത്തശ്ശി ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നതിന് അർത്ഥം ഈ പെൺകുട്ടി തന്നെ ആയിരിക്കും നിങ്ങളുടെ വൈഫ് എന്ന് ചോദിക്കുമ്പോ ലൂയി അവനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നു. പക്ഷെ ഈ ഒരു ബ്രേസ്ലെറ്റ് കാണുന്ന സമയത്ത് ഹിയാന അതിൽ ഫുള്ള് നെഗറ്റീവ് എനർജി ആണെന്ന കാര്യം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് മുത്തശ്ശി ഇത് നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, ഉറക്കക്കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി എനിക്ക് അതൊക്കെ മാത്രമേ ഉള്ളൂ മോളെ, അല്ല മോൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോ അവള് ഈ ഒരു ബ്രേസ്ലെറ്റില് ഗോസ്റ്റ് ഉണ്ട് എന്ന കാര്യം പറയുന്നു. അതില്ലാതാക്കണമെങ്കിൽ ഞാൻ ഈ ബ്രേസ്ലെറ്റ് നശിപ്പിക്കാൻ പോവാ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് തടയുന്നു. അപ്പൊ അത് കേട്ട് അസിസ്റ്റന്റ് ഇവളെ കളിയാക്കി ഈ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ, നീ വെറുതെ ഞങ്ങളെ ഫൂൾ ആക്കാൻ നോക്കാണ് എന്ന് പറയുമ്പോൾ ലൂയി അവളോട് ഇത് നശിപ്പിക്കാതെ അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ ഹിയാനും അത് സംബന്ധിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അതിലുള്ള ഗോസ്റ്റിനെ പുറത്തു കൊണ്ടുവരുന്നു. അത് കാണുന്ന സമയത്ത് ഇവളെ നേരത്തെ കളിയാക്കിയ അസിസ്റ്റന്റ് പേടിച്ച് വരച്ച് ലൂയിയുടെ പിറകില് ഒളിച്ചിരിക്കുകയാണ്. ആ ഒരു ഗോസ്റ്റിനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് പ്രത്യേകം എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. എന്നിട്ട് ഇവളോട് മോളെ നിനക്ക് എന്റെ കൊച്ചുമോനെ ഇഷ്ടപ്പെട്ടോ, അവനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലൂയി എന്ത് ചോദ്യമാണ് മുത്തശ്ശി ഇത്, ഇവളിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ, അതിനു മുന്നേ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ ഹിയാൻ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയോട് എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുന്നു. അത് കേട്ട് ലൂയി പോലും ഷോക്കായി പോകുന്നു. കാരണം അവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ട് ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ മുത്തശ്ശിക്ക് അത് കേട്ട് സന്തോഷമാവുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, അതെന്തായാലും നന്നായി എന്ന് പറയുമ്പോൾ ഹിയാൻ മുത്തശ്ശി അങ്ങനെയൊന്നല്ല കാര്യങ്ങള്, ഇയാൾ എന്തായാലും ഒരു വർഷം കഴിഞ്ഞാല് തട്ടിപ്പോവും, അതുവരെ മാത്രമേ ആയുസുള്ളൂ, സോ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാല് സ്വത്തുക്കളെല്ലാം വൈഫിനുള്ളതല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അവര് അന്തം വിട്ടു പോവുകയാണ്. പക്ഷെ ഇവൾ ഇത്രയും വേഗത്തിൽ ചിന്തിച്ചത് കണ്ട് ലൂയിന് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവൾക്ക് പൈസയോടും ഗോൾഡിനോടും ഒക്കെ എത്രമാത്രം ആർത്തി ഉണ്ടെന്ന് ഇവന് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ഇവള് അവളുടെ മാജിക് പേപ്പർ ഒക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലൂയി അത് കണ്ട് ലൂയിയുടെ അസിസ്റ്റന്റിനോട് അവളെ പോയി ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ അസിസ്റ്റന്റ് ആദ്യം പോവാൻ തയ്യാറാവുന്നില്ല. എനിക്കൊന്നും വയ്യ എന്ന് പറയുമ്പോൾ ലൂയി അവനൊരു തുറിച്ചൊരു നോട്ട് നോക്കുന്നു. പിന്നെ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് മനസ്സോടെ തന്നെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെല്ലുന്നു. അപ്പൊ ഹിയാൻ എന്റെ സാധനത്തിലൊന്നും തൊട്ടു പോകരുത്, നിനക്കിന്ന് ഫുള്ള് ബാഡ് ലക്കാണ്, അത് എന്റെ ദേഹത്തോട്ടൊന്നും ആക്കരുത് എന്ന് പറഞ്ഞിട്ട് അവനെ അതിൽ തൊടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവളുടെ കയ്യിലുള്ള ഒരു ബ്രേസ്ലെറ്റ് ലൂയി ശ്രദ്ധിച്ചിട്ട് ഇവളോട് ഇത് പേര് കേട്ട നിങ്ങളുടെ മാസ്റ്ററിന്റേതല്ലേ, ഇതെങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ ഇതെന്റെ മാസ്റ്ററിന്റേത് തന്നെയാണ്, അദ്ദേഹം തന്നെയാ എനിക്ക് തന്നതെന്ന് പറയുന്നു. അപ്പോ ലൂയി വീണ്ടും നിങ്ങളുടെ മാസ്റ്റർ ഇപ്പോ എവിടെയാണുള്ളത് എന്ന് ചോദിക്കുമ്പോ ഇവള് സ്വർഗത്തിലാണെന്ന് പറയുന്നു. എന്താ അദ്ദേഹത്തെ കാണാൻ തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, നീയും അടുത്ത വർഷം അങ്ങോട്ട് തന്നെ പൊക്കോളും, അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്ന് പറയുമ്പോ ഇവളെങ്ങനെ വട്ടത്തരം പറയുന്നതൊന്നും അസിസ്റ്റന്റിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഹിയാൻ ആണെങ്കിൽ അവിടെ ഒരു ശില്പത്തില് ഒരു ഗോൾഡ് ബാർ ഇരിക്കുന്നത് കാണുന്നു. അത് കണ്ട ഉടനെ തന്നെ അവളത് എടുക്കാനായിട്ട് പോകുമ്പോ അസിസ്റ്റന്റ് ഇവളോട് നിനക്ക് ഇത്ര ആർത്തി പാടില്ല, ഇത് എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ്, നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഇതിനെ ഇല്ലാതാക്കരുത് എന്ന് പറയുമ്പോ ഹിയാൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ എനിക്കത് വേണം എന്ന് പറഞ്ഞ് അത് പൊട്ടിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അവള് കാണിക്കുന്നതെല്ലാം തന്നെ ലൂയിന് നല്ലോണം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളോട് ഒരു ഇൻട്രസ്റ്റ് തോന്നാനും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡ് ബാർ എടുത്ത് ഇവൾക്ക് നൽകുന്നു. അതിനുശേഷം ലൂയി ഇവളോട് ഇന്ന് എനിക്കൊരു ലേലം പ്രോഗ്രാം ഉണ്ട്, അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സംഭവങ്ങളുണ്ട്, നീയും എന്നോടൊപ്പം വരുന്നോ എന്ന് ചോദിക്കേണ്ട താമസം, എങ്കിൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഹിയാൻ ലൂയിനെയും വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോ ആ ഒരു പരിപാടിയിലേക്ക് അലക്സും സോറയും അതേപോലെ തന്നെ ജെസ്സിയും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോ ജെസ്സി അലക്സിനോട് ചേട്ടാ എന്റെ ബർത്ത്ഡേ അടുത്ത് വരുമല്ലേ, ഇവിടെയാണെങ്കിൽ ഒരുപാട് വിലപിടിപ്പുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട്, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അതിലേതെങ്കിലും വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും പിന്നെന്താ വാങ്ങിച്ചു തരാമല്ലോ എന്ന് പറയുന്നു. അതെല്ലാം തന്നെ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. പക്ഷെ സോറയാണെങ്കിൽ അങ്ങോട്ട് ഹിയാൻ എത്തുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. പക്ഷെ ജെസ്സിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല.
എന്റെ ചേട്ടനെയല്ലേ ചേച്ചി വിവാഹം കഴിക്കുന്നത്, പിന്നെ അവളുടെ അടുത്താണല്ലോ കൂറ്. അവളെ എന്തായാലും മിസ്റ്റർ ലൂയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അങ്ങോട്ട് ലൂയി ഹിയാനെ കൂട്ടിക്കൊണ്ട് എത്തുന്നു. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ അത് കണ്ട് ഇവര് എന്ത് നല്ല ജോഡിയാണ്, ഇദ്ദേഹത്തിന്റെ ഫിയാൻസി ആണോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ജെസ്സിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് ലൂയിയോട് ചെന്ന് ഇവൾക്ക് നിങ്ങളുടെ ഫിയാൻസി ആവാനുള്ള ഒരു യോഗ്യതയില്ല, ഞാനാണ് ഏറ്റവും ബെറ്റർ, ഇവളെ ഏതോ പട്ടിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ എന്ന് പറയുമ്പോൾ ലൂയി ഹിയാനെ ചേർത്ത് നിർത്തി എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട കാര്യമില്ല, ഇവൾ എന്റെ ഫിയാൻസി തന്നെയാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഇപ്പോ ആ ഒരു ലേലം വിളി തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഒരു റെയർ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അത് എത്രമാത്രം വിലപിടിപ്പുള്ളതാണെന്ന് ഹിയാന് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളത് വാങ്ങാനായിട്ട് ലൂയിയോട് പറയുന്നു. അപ്പോ അവൻ ഇവളോട് ഈ ഒരു ലേലം വിളി അത്ര ചെറിയ കാര്യമൊന്നുമല്ല, എത്ര വലിയ ദരിദ്രനാണെങ്കിലും ഒരൊറ്റ സ്റ്റോൺ കൊണ്ട് അവന്റെ ജീവിതം മാറി മാറി. അതേപോലെ തന്നെ ആ ഒരു സ്റ്റോണിന്റെ അകത്ത് ഒന്നും ഇല്ലെങ്കിൽ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ട് ഒന്നും അല്ലാതായി തീരും എന്ന് പറയുമ്പോ ഹിയാൻ നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ ഞാൻ എന്തായാലും നിങ്ങളെ കുഴിയിലൊന്നും കൊണ്ട് ചാടിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോ അതേ കല്ല് തന്നെ നോട്ടോട്ട് വെച്ചേക്കാണ് ജെസ്സിയും. അവൾക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൾ അതിനെ 5 മില്യൺ വിളിക്കുന്നു. പക്ഷെ ഹിയാനും വിട്ടുകൊടുക്കാതെ ആ ഒരു ഒറ്റ സ്റ്റോണിന് വേണ്ടി 500 മില്യൺ വിളിക്കുന്നു. അപ്പോ അത് കേട്ട് ജെസ്സി നിന്റെ കയ്യിൽ അതിന് അത്രയും പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹിയാൻ എന്റെ കയ്യിൽ എന്തിനാ പൈസ, എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ജെസ്സി മിസ്റ്റർ ലൂ ഒരിക്കലും നിനക്ക് വേണ്ടി ഇത്രയും പൈസ ഒന്നും ചെലവാക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോ ഇവൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ലൂയി എന്റെ വൈഫ് ഒരു കാര്യം ആഗ്രഹിച്ചാല് ഞാൻ എങ്ങനെയാ നടക്കില്ലെന്ന് പറയുന്നത്, ഞാനത് ഇവൾക്ക് വാങ്ങിക്കൊടുക്കാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോൺ കിട്ടുന്നത് ഹിയാനാണ്. അത്രയും വലിയ വിലക്കുള്ളതൊന്നും ആ സ്റ്റോണിനകത്ത് ഉണ്ടാവില്ല എന്നാണ് ജെസ്സി വിചാരിച്ചിരുന്നത്. പക്ഷെ അവര് വിളിച്ചതിനേക്കാൾ 4 ഇരട്ടി മൂല്യമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. സോ അത് കണ്ട് അവര് എല്ലാവരും ഞെട്ടുന്നു. അതിനുശേഷം ആ രണ്ടാമത്തെ ലേലം വില സ്റ്റാർട്ട് ആവുന്നു. അപ്പോ ആ ഒരു സ്റ്റോൺ കാണുന്ന സമയത്ത് ഹിയാൻ ലൂയിയോട് അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ്, ആ സ്റ്റോൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും ആയുസും വർദ്ധിക്കും. പക്ഷെ അത് ഒരുപാട് വില കൊടുത്തൊന്നുമല്ല വാങ്ങേണ്ടത്, ഏറ്റവും ചെറിയ എമൗണ്ടിൽ തന്നെയാണ് അത് വാങ്ങേണ്ടത്, എങ്കിലും മാത്രമേ അതിന് പ്രതിഫലം ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേലം വിളി സ്റ്റാർട്ട് ആവുന്നു. ഇവള് മനഃപൂർവ്വം തന്നെ ജെസ്സിക്കിട്ട് പണിയെടുക്കാനായിട്ട് കയറ്റി വിളിക്കുന്നു. ജെസ്സിയും ഹിയാനെ ജയിക്കാൻ വിടാതെ കയറ്റി വിളിച്ചോണ്ടിരിക്കുകയാണ്. അവസാനം ഒരു 10 മില്യണിനുള്ള സാധനം 1 ബില്യൺ വരെ വിളിച്ച് എത്തുന്നുണ്ട്. അപ്പോ ഹിയാൻ ലാസ്റ്റ് 10 മില്യന്റെ സാധനം ആരെങ്കിലും 1 ബില്യൺ കൊടുത്ത് വാങ്ങോ എന്ന് ചോദിച്ച് അവൾക്കത് വേണ്ട എന്ന് പറയുന്നു. ആ ഒരു സ്റ്റോൺ കാണുന്ന സമയത്ത് അത് 1 ബില്യണിനുള്ളതൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അലക്സ് നീ എന്ത് പണിയാ മോളെ കാണിച്ചത്, പൈസ കൊണ്ട് കാലത്തിന് അച്ഛൻ്റെ നിനക്ക് എന്തായാലും കിട്ടും എന്ന് പറയുമ്പോൾ ഹിയാൻ ജെസ്സിയോട് നിനക്ക് സ്റ്റോൺ വേണ്ടെങ്കിൽ ഞാൻ 10 മില്യൺ തരാം, നീ എനിക്ക് തന്നേക്ക് എന്ന് പറയുമ്പോൾ അവൾ ആദ്യം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അതെങ്കിലും ആവട്ടെ എന്ന് കരുതി ജെസ്സി ആ ഒരു സ്റ്റോൺ ഹിയാന് നൽകുന്നു. ഏറ്റവും താഴ്ന്ന എമൗണ്ടിൽ തന്നെയാണല്ലോ ഇപ്പോ ഹിയാൻ അത് വാങ്ങിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സ്പെഷ്യൽ സ്റ്റോൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു. ആ ഒരു പെൺകുട്ടിയുടെ പവർ ഉപയോഗിച്ച് ലൂയി ഇപ്പോഴും ഒരു പേഷ്യന്റ് തന്നെ ആയിരുന്നല്ലോ, 1 വർഷം മാത്രമായിരുന്നു അവന് ആയുസ് ബാക്കിയുള്ളത്. ഈ ഒരു പെൺകുട്ടിയുടെ പവർ ഉപയോഗിച്ച് അവന്റെ ഹെൽത്ത് ഫുള്ളി ഓക്കെ ആക്കി കൊടുക്കുന്നു. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ജെസ്സിക്ക് താൻ എന്തുമാത്രം വലിയ മണ്ടത്തരമാണ് കാണിച്ചുവെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവള് വീണ്ടും അവൾക്ക് ആ സ്റ്റോൺ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഹിയാനാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ജെസ്സിയെ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവൾക്ക് അത് നല്ല ഇൻസൾട്ട് ആയിട്ട് അവളെ അലക്സിനോട് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനും എങ്ങനെയൊക്കെയോ അവളെ സമാധാനിപ്പിച്ച് നമുക്കിപ്പോ വീട്ടിലേക്ക് പോവാം, അതൊക്കെ പിന്നീട് നോക്കാം എന്ന് പറഞ്ഞിട്ട് സാറയും കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ ഇവള് മനസ്സിൽ എന്റെ ലക്ഷ്യം ഒരിക്കലും ഹിയാനല്ല സോറയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോകുന്നു. അതിനുശേഷം പുറത്തു വന്ന് അലക്സിനോട് ഞാൻ അകത്ത് വെച്ച് എന്റെ ഫോൺ എടുക്കാൻ മറന്നു ചേട്ടാ, ചേട്ടൻ പോയി ഒന്ന് എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചിട്ട് അവനെ അകത്തോട്ട് പറഞ്ഞയക്കുന്നു. അലക്സും ചേച്ചിയെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവളുടെ ലക്ഷ്യം സോറയുടെ കുട്ടിയെ ഇല്ലാതാക്കുക എന്നതാണ്. കാരണം ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ വീതിച്ചു പോവുമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ ഉള്ള 5 ചേട്ടന്മാരുടെയും കുട്ടികളെ നശിപ്പിച്ചത് ഇവള് തന്നെയാണ്. അവരെ തമ്മിൽ ഡിവോഴ്സ് ആക്കിപ്പിച്ചതും ഇവള് തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ സോറയെ ഉപദ്രവിക്കാനായിട്ട് കുറച്ചധികം പേര് തന്നെ പല തവണകളായിട്ട് വന്നിരുന്നത്. അവരെല്ലാം തന്നെ അയച്ചതും ഇവള് തന്നെയായിരുന്നു. ഇവള് തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ സോറയ്ക്കും അറിയാം. പക്ഷെ അത് ആരോടും പറയാൻ പറ്റില്ല, പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, സ്വന്തം ഹസ്ബൻഡ് പോലും. സോ ഇപ്പോ ജെസ്സി ആണെങ്കിൽ അവിടെയുള്ള സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് സോറയെ തള്ളിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കാണ്.
കുട്ടിയും മരിക്കണം ഇവളും മരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി. പക്ഷെ കറക്റ്റ് സമയം തന്നെ ഒരു ഉൾവിളി ഉണ്ടായിട്ട് ഹിയാൻ നമ്മുടെ സാറയെ വന്ന് രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കും കുട്ടിക്കും ഒന്നും ഒരു അപകടവും സംഭവിക്കുന്നില്ല. അപ്പോ അത് അങ്ങോട്ടേക്ക് വന്ന അലക്സും കാണുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ശ്രദ്ധയില്ലാതെ നടന്നു എന്ന് പറഞ്ഞിട്ട് സാറയെ തന്നെയാണ് വഴക്ക് പറയുന്നത്. അപ്പോ ജെസ്സി ആണെങ്കിൽ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ചു മെഴുകുന്നുണ്ട്. സോ അവന്റെ പെങ്ങളെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറയ്ക്ക് നല്ല ദേഷ്യം വന്ന് അവൾക്ക് ഡിവോഴ്സ് വേണം എന്ന കാര്യം അവനോട് തീർത്തു പറയുന്നു. അവൻ ആദ്യം ഒരുപാട് വിട്ടുകള അത് പോട്ടെ, അവൾ അറിയൽ ചെയ്തതായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാർ അത് കേൾക്കുന്നില്ല. അവൾ ഒരുപാട് സഹിച്ചല്ലോ. അപ്പോഴൊക്കെ അലക്സ് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് ജെസ്സിയാണ്. അതുകൊണ്ട് തന്നെ അവൾ തനിക്ക് ഡിവോഴ്സ് വേണം എന്ന കാര്യം തീർത്തു പറയുന്നു. മാത്രമല്ല എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പേടിയാണ് എന്ന് പറയുമ്പോൾ അലക്സിന് ദേഷ്യം വന്ന് എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഡിവോഴ്സ് നിനക്ക് തരാമെന്ന് പറയുന്നു. അവൻ ആ ഒരു ദേഷ്യത്തിൽ പറയുന്നതാണ്. പക്ഷെ പിന്നീട് കോടതിയിൽ വിളിപ്പിക്കുന്ന സമയത്ത് അവൻ അവളുടെ കാല് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയാനും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ സാറോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കേൾക്കുന്നില്ല. അവൾക്ക് വലുത് അവളുടെ കുട്ടിയുടെ സേഫ്റ്റി തന്നെയാണ്. അങ്ങനെ ഇപ്പോ ഇവര് രണ്ടുപേരും ഡിവോഴ്സിനായിട്ട് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിംഗ് ആണല്ലോ കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്തും സാറ അതൊന്നും കേൾക്കാതെ അവൾക്ക് ഡിവോഴ്സ് വേണം എന്ന രീതിയിൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അലക്സിനും നല്ല ദേഷ്യം വന്ന് എങ്കിൽ പിന്നെ അവൾക്ക് അങ്ങ് ഡിവോഴ്സ് കൊടുത്തേക്ക്, എനിക്ക് സമ്മതമാണെന്ന് ദേഷ്യത്തിൽ പറയുന്നു. അപ്പോ ആ ഒരു ജഡ്ജിയും ഇവരുടെ രണ്ടുപേരുടെയും വിവാഹബന്ധം വേർപെടുത്തുന്നതിന് ആ ഒരു ഡോക്യുമെന്റിൽ സീൽ ചെയ്യാൻ വരുമ്പോഴേക്കും കറക്റ്റ് ഹിയാൻ അവളുടെ പവർ ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റാതെ ആക്കുന്നു. അവര് എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല. അവസാനം അവര് ഒരു ഷോക്ക് അടിച്ച അവസ്ഥയിലേക്ക് മാറിപ്പോവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ദേഷ്യം വന്ന് നീയൊക്കെ ഡിവോഴ്സ് ആവുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി എന്തായാലും ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അത് കാണുമ്പോൾ ഹിയാന് ഒരുപാട് സന്തോഷമാവുന്നു. അവര് രണ്ടുപേരും വേർപെട്ട് പോവാതിരിക്കാനാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഗു ഫാമിലിയില് ഇപ്പോ നല്ലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോ ഹിയാന്റെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കാണ്. അവര് എന്തോ വെക്കേഷനിലായിരുന്നു, ഇപ്പോഴാണ് തിരിച്ചു വീട്ടിലേക്ക് വരുന്നത്. സോ അവരുടെ 6ാമത്തെ മകനും ഡിവോഴ്സ് ആവാൻ പോയിരിക്കുകയാണല്ലോ. അത് അച്ഛനും ചേട്ടനും ഒന്നും തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അമ്മ ഇപ്പോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അലപ്പും ബഹളവും സഹിക്കാതെ ഇവര് രണ്ടുപേരും ചെവി പൊത്തി നിൽക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ കറക്റ്റ് അലക്സ് സാറേയും കൂട്ടി ഡിവോഴ്സ് ആവാതെ അങ്ങോട്ട് എത്തുന്നു. അലക്സ് വരുമ്പോ തന്നെ ഹാൻ അവനോട് പെട്ടെന്ന് പൊക്കോ, അമ്മയുടെ കയ്യിൽ പെടണ്ട എന്ന് പറയുമ്പോൾ അവനും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ കറക്റ്റ് അമ്മയുടെ കയ്യിൽ തന്നെ പെട്ടുപോകുന്നു. അമ്മയാണെങ്കിൽ അവനെ വാരി പെറുക്കിട്ട് തല്ലാനും തുടങ്ങുന്നു. അമ്മയുടെ വിചാരം ഇവന്റെ തന്നെ ഇഷ്ടത്തിനാണ് മരുമകളെ ഡിവോഴ്സ് ചെയ്യാൻ പോയത് എന്നാണ്. അവസാനം അടി കൊണ്ട് സഹിക്കാതെ അലക്സ് ഞാനല്ല ഡിവോഴ്സിന് ഇറങ്ങി തിരിച്ചത് സാറയാണെന്ന് പറയുന്നു. പക്ഷെ അമ്മയ്ക്ക് അത് വിശ്വസിക്കാനേ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ സാറയും അതെ എന്ന് പറയുമ്പോൾ അവര് ഞെട്ടിപ്പോകുന്നു. അപ്പൊ അവര് എന്താ മോളെ നിന്നെ ഡിവോഴ്സിലേക്ക് എത്തിച്ചത്, ഇവൻ തന്നെ ഉപദ്രവിക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല, എല്ലാത്തിനും കാരണം ജെസ്സിയാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഇവര് അവളോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഹിയാനും ആ ഒരു വീട്ടിലോട്ട് എത്തുന്നു. അതേ സമയം തന്നെ ജെസ്സിയും മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അമ്മയോട് അമ്മേ വെക്കേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ എന്ന് വളരെ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവര് അവളെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് മുന്നേ തന്നെ അറിയാം അത് ഇവരുടെ മകളെന്നും അല്ല എന്ന കാര്യം. അതുകൊണ്ട് തന്നെ നേരെ ഹിയാനോട് വന്ന് നീ ആരാ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ നിങ്ങൾക്ക് 20 വർഷം മുന്നേ നഷ്ടപ്പെട്ടു പോയ മകളാണ്. ഞാനിവിടെ എല്ലാവരോടും വന്ന് ഈ കാര്യം പറഞ്ഞതാണ്, പക്ഷെ ഒരു പൊട്ടനും എന്നെ വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടുടനെ തന്നെ അമ്മ അവളോട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട് മോളെ എന്ന് പറയുന്നു. എന്നിട്ട് അവളോട് നിന്നെ ഇത്രയും നാളും ആരാണ് മോളെ വളർത്തിയത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവളും അവളുടെ മാസ്റ്ററാണ് തന്നെ ഇത്രയും നാളും വളർത്തിയത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവളിങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ കാരണം ഇവരുടെ കുട്ടി ജനിച്ച സമയത്ത് അവരുടെ കുട്ടിക്ക് കാതിലൊരു മറകുണ്ടായിരുന്നു. പക്ഷെ അവർ കുറച്ചു കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ചെവിയിൽ ആ ഒരു മറകുണ്ടായിരുന്നില്ല. ആ ഒരു സംശയം ഇവർ ആദ്യം തന്നെ ഇവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ്. പക്ഷെ അയാൾ അത് ഇവർക്ക് തോന്നിയതായിരിക്കാം എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞു. യഥാർത്ഥത്തിൽ ആ ഒരു കുട്ടിയെ മാറ്റിയിട്ടാണ് അവിടെ ജെസ്സിയെ മറ്റാരോ ഇവർക്ക് ഏൽപ്പിച്ചത്. പക്ഷെ ഇപ്പോ ഹിയാന്റെ കാതില് ആ ഒരു മറുക് കണ്ടത് കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ഇവള് തന്റെ മകളാണ് എന്ന കാര്യം കൺഫേം ആവുന്നത്. അപ്പോ അമ്മ ഹിയാനെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുമ്പോൾ ജെസ്സി ഉടനെ അവളുടെ അച്ഛനോട് ചെന്ന് അമ്മ പറയുന്നത് കേട്ടില്ല അച്ഛ, ഞാൻ അമ്മയുടെ മകളല്ലെന്ന് അമ്മയ്ക്ക് എങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചിണുങ്ങുന്നു. അപ്പോ അമ്മ അവളുടെ അഭിനയം കണ്ട് എങ്കിൽ പിന്നെ നമുക്ക് DNA ടെസ്റ്റ് എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഹാൻ അമ്മയോട് അമ്മ ഓൾറെഡി തന്നെ ഞങ്ങൾ അത് എടുത്തതാണ്, അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, അത് വരുന്നതുവരെ ഇവൾക്ക് ഇവിടെ സ്ഥാനമുള്ളൂ എന്ന് ഹിയാനെ കുറിച്ച് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് അവിടുത്തെ സെർവന്റ് ആ ഒരു DNA റിസൾട്ടുമായിട്ട് വരുന്നു. അവര് വളരെ സന്തോഷത്തിലാണ് ജെസ്സിയെ നോക്കുന്നത്.
തോന്നുന്നത് അവര് തമ്മിൽ എന്തോ ഇടപാടുള്ളത് പോലെ. അങ്ങനെ ആ ഒരു റിസൾട്ട് ആദ്യം വാങ്ങി നോക്കുന്നത് അമ്മയാണ്. അമ്മ അത് കണ്ട് ഷോക്കായി ഹിയാനെ പെട്ടെന്ന് ഹഗ് ചെയ്യുന്നു. കാരണം ആ റിസൾട്ട് ഒറിജിനൽ തന്നെയായിരുന്നു. അത് മാറ്റി എന്നാണ് ജെസ്സി വിചാരിച്ചിരുന്നത്. പക്ഷെ ഹിയാൻ അവളുടെ സൂപ്പർ പവർ കൊണ്ട് അത് മനസ്സിലാക്കി ഒറിജിനൽ തന്നെയാണ് ഇവരുടെ മുന്നിൽ എത്തിക്കുന്നത്. പക്ഷെ ജെസ്സിക്ക് അത് തീരെ ഉൾക്കൊള്ളാനാവുന്നില്ല. കാരണം അവള് ഇതല്ലല്ലോ പ്രതീക്ഷിച്ചത്. ഇവരെല്ലാം ആ ഒരു റിസൾട്ട് കാണുന്ന സമയത്ത് ഹിയാനെ പിടിച്ച് പുറത്താക്കും എന്നാണ് അവള് വിചാരിച്ചത്. പക്ഷെ അവൾ തന്നെയാണല്ലോ ഇപ്പൊ പുറത്തു പോവാനായിട്ട് പോകുന്നത്. ഉടനെ തന്നെ ഹാനും അച്ഛനും ഒക്കെ ആ ഒരു റിസൾട്ട് വാങ്ങി നോക്കി ഷോക്ക് ആവുന്നു. അവർക്കായിരുന്നല്ലോ ഒട്ടും വിശ്വസിക്കാനാവാത്തത് ഹിയാൻ അവരുടെ മകളാണെന്ന്. അമ്മ അന്ന് പറഞ്ഞ ആ ഒരു സത്യം മനസ്സിലാക്കാതെ പോയത് അച്ഛനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോ അയാള് ഇവരോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോ അമ്മയാണെങ്കിൽ അയാളോട് ഈ വീട്ടിൽ നിന്ന് ജെസ്സിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോ ജെസ്സി ആണെങ്കിൽ പെട്ടെന്ന് അഭിനയിച്ച സിസ്റ്റർ, ഞാൻ നിന്റെ സ്ഥാനത്ത് ഇത്രയും നാളെ നിന്നതിന് സോറി. പക്ഷെ എനിക്കിതിനെ പറ്റിയൊന്നും ഒരു അറിവില്ലായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോക്കോളാം, നിനക്കൊരു ശല്യം ആവില്ല എന്ന് പറയുമ്പോ അച്ഛൻ, നമുക്ക് ഈ 2 മക്കളെയും ഈ വീട്ടിൽ തന്നെ നിർത്താം. ഈ 20 വർഷവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവളല്ലേ, ഇവള് എന്ത് തെറ്റാ ചെയ്തത്, നമുക്ക് ഇവിടെ തന്നെ ഇവളെ നിർത്താമെന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ലൂയി അങ്ങോട്ടേക്ക് വന്ന് മറ്റൊരു DNA റിസൾട്ട് എല്ലാവരെയും കാണിക്കുന്നു. അതായത് ഈ ജെസ്സി മറ്റാരുടെയും മകളായിരുന്നില്ല, ആ സെർവന്റിന്റെ തന്നെയാണ്. അവരാണ് അന്ന് കുട്ടികളെ തമ്മിൽ മാറ്റിയത്. അവരുടെ മകൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവരുടെ കള്ളി വെളിച്ചത്തായത് കൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് എല്ലാവരോടും കാലി വീണ് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ആരും തന്നെ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. പോലീസെ പിടിച്ച് ഏൽപ്പിക്കാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുമ്പോൾ ജെസ്സി നല്ലോണം പേടിച്ച് എല്ലാവരുടെയും കാല് പിടിച്ച്, ഞാൻ നിങ്ങളുടെ മകളല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇതിലൊന്നും തന്നെ ഇല്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുമ്പോ നേരത്തെ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അച്ഛൻ പോലും ഇപ്പൊ ഇവളോട്, നിനക്ക് എത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാല് ഞാൻ തന്നേക്കാം, നീ വീട് വിട്ട് പൊക്കോളാനായിട്ട് പറയുന്നു. അപ്പോ ഇവള്, ഞാൻ എന്ത് ദ്രോഹം നിങ്ങളോടൊക്കെ ചെയ്തിട്ടുള്ളത്, ഞാൻ ഇതുവരെയും നിങ്ങൾ എല്ലാവരെയും സ്വന്തമായിട്ടല്ലേ കരുതിയത്, ഞാൻ ഇതുവരെയും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഹിയാൻ, ഓഹോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, നീ ചെയ്തതൊക്കെ നീയായിട്ട് തന്നെ തുറന്നു പറയുന്നോ അതോ ഞാനായിട്ട് പറയിപ്പിക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ജെസ്സി ആണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ തന്നെ നിൽക്കാണ്. അപ്പോ ഇവള് നേരെ ചൊവ്വേ എന്തായാലും സത്യം പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹിയാൻ അവളുടെ സൂപ്പർ പവർ യൂസ് ചെയ്ത് ഇവളുടെ മൈൻഡ് ഫുള്ള് സത്യം പറയുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവള് അവളുടെ മൈൻഡിലുള്ള എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനായിട്ട് തുടങ്ങുന്നു. അവളുടെ കാരണമാണല്ലോ ഈ ഒരു ഫാമിലിയില് ഇതുവരെയും ഒരു കുട്ടി പോലും ജനിക്കാതിരുന്നത്. മാത്രമല്ല എല്ലാ ചേട്ടന്മാരെയും തമ്മിൽ ഡിവോഴ്സ് ആക്കിയതിന് കാരണവും ഇവള് തന്നെയാണ്. മാത്രമല്ല ഇപ്പൊ ജനിക്കാൻ പോകുന്ന സാറയുടെ കുട്ടിയെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. മാത്രമല്ല സെക്കൻഡ് ബ്രദർ ആയിട്ടുള്ള ഹാനിന്റെ വൈഫ് മരണപ്പെട്ടതാണ്. സോ ആ ഒരു മരണത്തിന് ഉത്തരവാദിയും ഇവള് തന്നെയായിരുന്നു. ഇവളുടെ കള്ളക്കളിയൊക്കെ ഹാനിന്റെ വൈഫിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവള് തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. ആ സത്യങ്ങളൊക്കെ എല്ലാം തന്നെ ഇവളിപ്പോ വിളിച്ച് പറയാണ്. അതൊക്കെ കേട്ട് ഇവർക്ക് ആർക്കും തന്നെ തീരെ സഹിക്കാനാവുന്നില്ല. കാരണം അവരെല്ലാവരും അവരുടെ സ്വന്തം പെങ്ങളായിട്ടും മകളായിട്ടും ഒക്കെ ആയിരുന്നല്ലോ ഇവളെ കൊണ്ടു നടന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ തന്നെ ഇപ്പോ ഇവളിനി പുറലോകം കാണാൻ പാടില്ല, പിടിച്ച് പോലീസ് ഏൽപ്പിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അവളെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം ഹിയാന്റെ അമ്മ ലൂയിയോട് തന്റെ മോളെ സ്വന്തം സഹോദരങ്ങൾ പോലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്ത സമയത്ത് ഇവൻ സപ്പോർട്ട് ചെയ്ത് നിന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അവനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. പക്ഷെ ലൂയി അവരോട്, നന്ദിയൊന്നും വേണ്ട ആന്റി, ഇവള് എന്റെ ഫിയാൻസി അല്ലേ, ഞാനിതൊക്കെ എന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുന്നു. അപ്പോ ഹിയാനും, അതെ ഞങ്ങള് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അവരോട് പറയുന്നു. അപ്പോ അത് കേട്ട് അലക്സും ഹാനും, അലക്സിന് നേരത്തെ തന്നെ ലൂയിയോട് ഒരു ചൊരുക്കുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമ്മതം ഇല്ലാണ്ട് നീ ഞങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിക്കോ, അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് നടുക്കേറി നിൽക്കുന്നു. പക്ഷെ ലൂയി ആണെങ്കിൽ നിങ്ങളുടെ സമ്മതമൊക്കെ ആർക്ക് വേണം എന്ന് ചോദിച്ച് ഹിയാനെയും വലിച്ചെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇതില് മൊത്തം 6 ചേട്ടന്മാരുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ 2 പേരെ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അത് ഈ ഡ്രാമയുടെ ഒരു പോരായ്മയാണ്. എങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.